ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. അതിലോട്ട് ആവശ്യമായിട്ടുള്ള മാങ്ങ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തൊലി കളഞ്ഞ് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ആവശ്യമായ വെള്ളം, അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. നല്ലപോലെ തിളച്ച് വെന്ത് വരുന്നുണ്ട്. ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് നമുക്ക് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമായ അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിന് തേങ്ങ, ചെറിയ ജീരകം, ഒരു ചെറിയ ഉള്ളിയും കൂടെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ അരച്ച് ഇതിലോട്ട് ചേർക്കാം. നമുക്ക് മാങ്ങയൊക്കെ ഒന്ന് ഉടച്ച് നല്ല കൊടുക്കണം. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല പിടിക്കും. നമ്മുടെ അരപ്പ് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ തൈര് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇനി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതിലോട്ട് താളിച്ചൊഴിക്കാം. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നതിന് ശേഷം കടുകിട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വന്നാൽ നമുക്കിതിലോട്ട് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് വറ്റൽമുളക്, കറിവേപ്പിലും കൂടെ ഇട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം.